ഹലോ എവരിവൺ. തിയറി ഓഫ് സ്ട്രക്ചേഴ്സിന്റെ ഫോർത്ത് മൊഡ്യൂളിലെ ലാസ്റ്റ് ചാപ്റ്ററാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മളിപ്പം ബെൻഡിങ് ഇക്വേഷനും കാര്യങ്ങളൊക്കെയാണ് ഇവിടുത്തെ ഫസ്റ്റ് ചാപ്റ്റർ. അതിന് ശേഷമുള്ളതാണ് ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ. അതായത് ഒരു ഗിവൺ സെക്ഷനിലെ ഷിയർ സ്ട്രെസ്സിന്റെ വേരിയേഷൻ എങ്ങനെയാണ് എന്നാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്കറിയാം ഷിയർ സ്ട്രെസ് എന്താണ്, ഷിയർ ഫോഴ്സ് എന്താണ്, ഇവ കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിന് മുമ്പാണെങ്കിലും നോക്കിയിട്ടുണ്ട്. അപ്പം ഒരു ഗിവൺ സെക്ഷൻ ആയിക്കോട്ടെ, അത് ഒരു റെക്ടാങ്കുലർ സെക്ഷൻ ആവാം, ഒരു സർക്കുലർ സെക്ഷൻ ആവാം, ഒരു ഐ സെക്ഷൻ ആവാം. ഇങ്ങനെ പല സെക്ഷൻസിന്റെയും നമ്മൾ ബെൻഡിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. അപ്പം ആ ഒരു ഗിവൺ സെക്ഷന്റെ ഷിയർ സ്ട്രെസ്സിന്റെ വേരിയേഷൻ ഏത് രീതിയിലായിരിക്കും വരിക എന്നാണ് നമ്മൾ ഈ ഒരു സെക്ഷൻ കൊണ്ട് നോക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്കിവിടെ ഒരു സർക്കുലർ സെക്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഓക്കെ, അപ്പം ഇവിടെ ഷിയർ സ്ട്രെസ് വേരിയേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു ഗിവൺ സെക്ഷന്റെ ഒരു ഗിവൺ പോയിന്റ് അല്ലെങ്കിൽ ഒരു ഗിവൺ ഫൈബറിൽ എങ്ങനെയായിരിക്കും ഷിയർ സ്ട്രെസ് വേരി ചെയ്യുന്നതെന്നല്ലേ. അങ്ങനെ ഓരോ പോയിന്റിലെയും ഷിയർ സ്ട്രെസ്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുന്നതാണ് ഈ ഒരു ഗിവൺ സെക്ഷന്റെ ഷിയർ സ്ട്രെസ്സിന്റെ വേരിയേഷൻ കണ്ടുപിടിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പൊ നമ്മൾ ഒരു ഗിവൺ സെക്ഷൻ എക്സ് എക്സ് ഇവിടെ കാണുന്നുണ്ടല്ലോ അല്ലെ. എക്സ് എക്സ് എന്ന് പറയുന്ന ഒരു സെക്ഷനിൽ എത്രയായിരിക്കും ഷിയർ ഫോഴ്സ് എന്ന് കണ്ടുപിടിക്കുക. അതേപോലെ ഈ എക്സിന്റെ വേരിയേഷൻ അനുസരിച്ച് ഷിയർ ഫോഴ്സും എങ്ങനെയാണ് വേരിയ ചെയ്യുന്നതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഇവിടെ നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത് ആ ഒരു എക്സ് എക്സ് എന്ന് പറയുന്നത് ന്യൂട്രൽ ആക്സിൽ നിന്ന്, ഇപ്പൊ ഞാൻ എടുത്തിരിക്കുന്ന സെക്ഷൻ എന്ന് പറയുന്നത് ഒരു സർക്കുലർ സെക്ഷൻ, അതിന്റെ എക്സ് എക്സ് എന്ന് പറയുന്ന ആ ഒരു ഫൈബർ അല്ലെങ്കിൽ ആ ഒരു പോർഷൻ നിൽക്കുന്നത് y ഡിസ്റ്റൻസ് ഫ്രം ന്യൂട്രൽ ആക്സിസ് ആണ് എന്ന് വിചാരിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ y സെക്ഷൻ അല്ലെ ഈ ഒരു എക്സ് എക്സ് സെക്ഷനിൽ ഉണ്ടാവുന്ന ഷിയർ സ്ട്രെസ്സിന്റെ ഇക്വേഷൻ, നമുക്ക് ഇതിന്റെ ഡെറിവേഷൻ ഇല്ല, അപ്പൊ ജസ്റ്റ് ആ ഇക്വേഷൻ മാത്രം ഒന്ന് പഠിച്ചാൽ മതി. ടോ ഈസ് ഈക്വൽ ടു, ഇതാണ് ആ ഒരു പോയിന്റിലെ അറ്റ് എ ഡിസ്റ്റൻസ് y, ആ എക്സ് എക്സ് എന്ന് പറയുന്ന ആ ഒരു പോർഷനിലെ ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത് എഫ് ഇൻറ്റു എ ഇൻറ്റു വൈ ബാർ ഡിവൈഡ് ബൈ ഐ ബി. ഓക്കെ ആണോ? എഫ് ഇൻറ്റു എ വൈ ബാർ ഡിവൈഡ് ബൈ ഐ ബി, ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ പഠിക്കണം. ഇനി ഇതിന്റെ ഓരോന്നായിട്ട് പഠിക്കാം. ടോ എന്ന് പറയുന്നത് ഷിയർ സ്ട്രെസ് അറ്റ് ദി ഫൈബർ ലെയർ എക്സ് എക്സ്, എക്സ് എക്സിലുള്ള ഷിയർ സ്ട്രെസ് ആണ് ടോ. അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. രണ്ടാമതായിട്ട് അതിനകത്ത് എന്താണ് എഫ്. എഫ് എന്ന് പറയുന്നത്, ഈ എഫ് എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു സെക്ഷനിൽ ആക്ട് ചെയ്യുന്ന ഷിയർ ഫോഴ്സ് മിക്കവാറും നമുക്ക് തന്നിട്ടുണ്ടാവും. അപ്പം അതാണ് നമ്മളിവിടെ എഫ് ആയിട്ട് ഡിനോട്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എഫ് ആയിട്ട് നമ്മൾ എഴുതേണ്ടത്. എഫ് ഇക്വൽ ടു ഷിയർ ഫോഴ്സ് ആക്ടിങ് അറ്റ് ദി ഗിവൺ സെക്ഷൻ. അടുത്തത് എ. എ എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് എക്സ് എക്സ് കണ്ടില്ലേ, ഈ എക്സ് എക്സിന്റെ മേലേക്ക് എത്ര പോർഷൻ ഉണ്ട്, ആ ഒരു പോർഷന്റെ ഏരിയ ആണ് നമ്മൾ എ ആയിട്ട് എഴുതുന്നത്. ഏരിയ ഓഫ് ദി സെക്ഷൻ എബവ് ദി ഫൈബർ, എക്സ് എക്സിന്റെ മേലേക്കുള്ള ഈ ഒരു ഷെയ്ഡ് പോർഷനിലെ ചുവന്ന കളറിൽ ഷെയ്ഡ് ചെയ്ത ആ ഒരു പോർഷന്റെ ഏരിയ. ഓക്കെ, ഇനി വൈ ബാർ എന്ന് പറയുന്നത് നമ്മളിപ്പോ ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഏരിയ എന്ന് പറയുന്ന ആ ഒരു പോർഷൻ ഒരു സെൻട്രോയിഡ് ഉണ്ടാവില്ലേ, ആ സെൻട്രോയിഡിന് ഈ ന്യൂട്രൽ ആക്സിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ഇവിടെ വൈ ബാർ കാണാം. അതായത് ഇപ്പം ഇതിന്റെ മേലേക്ക് ഉള്ള ഈ ഒരു പോർഷന്റെ സെൻട്രോയിഡ് ആണ് ഇവിടെ സി ജി ആയിട്ട് എഴുതിയിരിക്കുന്നത്. ഈ സി ജിക്ക് വൈ, അതായത് ന്യൂട്രൽ ആക്സിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ്, ഡിസ്റ്റൻസ് ഓഫ് ദി സെന്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ദി ഏരിയ ഫ്രം ദി ന്യൂട്രൽ ആക്സിസ്. ന്യൂട്രൽ ആക്സിൽ നിന്ന് ഈ ഒരു ഏരിയന്റെ സെൻട്രോയിഡിലേക്കുള്ള ഡിസ്റ്റൻസ്. ഇനി ഐ. ഐ എന്ന് പറയുമ്പോൾ എന്താണ്, മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് ദി ഹോൾ സെക്ഷൻ. നമ്മളിപ്പോ ഇവിടെ കൺസിഡർ ചെയ്തിരിക്കുന്ന ഒരു റെക്ടാംഗുലർ അല്ല സോറി ഒരു സർക്കുലർ സെക്ഷൻ അല്ലേ. ഈ ഒരു സർക്കുലർ സെക്ഷന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ ആണ് ഐ. ഇനി എന്താ ബാക്കിയുള്ള ബി. ബി എന്ന് പറയുന്നത് ആക്ച്വൽ വിഡ്ത്ത് ഓഫ് ദി ഫൈബർ. നമ്മളിവിടെ എടുത്തിരിക്കുന്ന ആ ഒരു സെക്ഷന്റെ അല്ലെങ്കിൽ ആ ഒരു മെമ്പറിന്റെ വിഡ്ത്ത്, നമ്മളിപ്പോ എടുത്തിരിക്കുന്ന എക്സ് എക്സ് എന്ന് പറയുന്ന സെക്ഷനിൽ ആ ഒരു സെക്ഷന്റെ വിഡ്ത്ത് ആണ് നമ്മളിവിടെ എഴുതേണ്ടത്. ഓക്കെ, ഇപ്പൊ എല്ലാ ടേംസും ആയില്ലേ. അപ്പൊ ഒന്നുകൂടെ ഓർത്തോളൂ, ടോ ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു എ വൈ ബാർ ഡിവൈഡഡ് ബൈ ഐ ബി. എഫ് എന്താണ്, എ എന്താണ്, വൈ ബാർ എന്താണ്, ഐ എന്താണ്, ബി എന്താണ്. ഇത് മനസ്സിലായിട്ടില്ല, നിങ്ങൾ ഇതൊന്നുകൂടെ കേട്ട് നോക്കുക. അതിനുശേഷം നമ്മളിപ്പോൾ ഒരു പ്രോബ്ലത്തിലേക്ക് പോവുകയാണ്. അപ്പൊ നിങ്ങൾക്ക് മെയിൻ ആയിട്ടും ഇവിടെ നിന്നൊരു ഒരു സെക്ഷൻ തന്നിട്ട് അതിന്റെ ഷിയർ സ്ട്രെസ് കണ്ടുപിടിക്കാനായിരിക്കും വരിക, അല്ലെങ്കിൽ ഷിയർ സ്ട്രെസിന്റെ ഡിസ്ട്രിബ്യൂഷൻ ആ ഒരു ഡയഗ്രാം എങ്ങനെയായിരിക്കും വരിക എന്നാണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പം ഇത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ മാത്രം നമുക്ക് മുന്നോട്ട് നോക്കാം, അല്ലെങ്കിൽ ഇതൊന്നുകൂടെ കേട്ടിട്ട് മാത്രം നമ്മൾ ഈ പ്രോബ്ലം ചെയ്യില്ലേ കൂടെ നോക്കി കേട്ടോ. ഓക്കെ ഓക്കെ, അപ്പൊ നമ്മളൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ് ചെയ്യാൻ പോകുന്നത്. എ റെക്ടാംഗുലർ ബീം
of 10 mm width and 30 mm depth is subjected to a maximum shear force 60 kilonewton. Determine രണ്ട് കാര്യങ്ങളാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഒന്ന്, ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഇൻ ദി ബീം ആൻഡ് മാക്സിമം ഷിയർ സ്ട്രെസ്. ഈ ഒരു ബീമിലുള്ള ഷിയർ സ്ട്രെസ്സിന്റെ ഡിസ്ട്രിബ്യൂഷൻ കണ്ടുപിടിക്കുക. അതുപോലെ തന്നെ മാക്സിമം ഷിയർ സ്ട്രെസ് എവിടെയായിരിക്കും, എത്രയായിരിക്കും എന്നും കൂടെ കണ്ടുപിടിക്കാം. ഇനി ഷിയർ സ്ട്രെസ് അറ്റ് 30 mm എബവ് ദി ന്യൂട്രൽ ആക്സിസ്. രണ്ടാമതായിട്ട് ഈ ഒരു ന്യൂട്രൽ ആക്സിൽ നിന്ന് 30 mm മേലെ എത്രയായിരിക്കും ഷിയർ സ്ട്രെസ് എന്ന് കണ്ടുപിടിക്കണം. അപ്പൊ ഇവിടെ ചോദിച്ചേക്കുന്നത് എന്താണ്? ഒരു റെക്ടാങ്കുലർ സെക്ഷൻ അല്ലേ. അപ്പൊ അതിന് തന്നെ നമുക്കൊരു റെക്ടാങ്കുലർ സെക്ഷൻ വരയ്ക്കാം. ഓക്കെ, ഒരു റെക്ടാങ്കുലർ സെക്ഷൻ ആണ് നമ്മളിവിടെ വരച്ചേക്കുന്നത്. അതിന്റെ 100 mm വിഡ്ത്തും 300 mm ഡെപ്തും 300 mm ഡെപ്തും 100 mm വിഡ്ത്തും. സബ്ജക്റ്റഡ് ടു ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് 60 ന്യൂട്ടൺ. ഇപ്പൊ ഏറ്റവും ആദ്യം തന്നെ നമുക്ക് തന്നിരിക്കുന്ന കുറച്ച് വാല്യൂസ് എഴുതാം. ഓക്കെ, അപ്പൊ നമുക്കിവിടെ ഫോർ ദി റെക്ടാങ്കുലർ സെക്ഷൻ ന്യൂട്രൽ ആക്സിസ് ലൈസ് അറ്റ് ഹാഫ് ഡെപ്ത്. ഒരു റെക്ടാങ്കുലർ സെക്ഷൻ ആണ്, ന്യൂട്രൽ ആക്സിസ് എവിടെയായിരിക്കും? അതിന്റെ സെന്ററിലായിരിക്കും അല്ലേ. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് y എന്ന് പറയുന്നത് എത്രയായിരിക്കും? അതായത് നമുക്കിപ്പോൾ ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ അല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ന്യൂട്രൽ ആക്സിസ് കണ്ടുപിടിക്കുക. ന്യൂട്രൽ ആക്സിലേക്ക് ഒരു ഡെപ്ത് ആണ് എന്ത്? y ഈക്വൽ ടു d/2 ഈക്വൽ ടു 150. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ന്യൂട്രൽ ആക്സിസിൽ മാക്സിമം ഡിസ്റ്റൻസ് ഓഫ് ദി ഫൈബർ ടു ദി ന്യൂട്രൽ ആക്സിസ് എന്ന് പറയുന്നത് 150 ആയിരിക്കും. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് ഇതിന്റെ ഓരോ ടേംസ് കണ്ടുപിടിക്കാം. മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദി സെക്ഷൻ ഓഫ് ദി സെൻട്രോയിഡൽ ആക്സിസ് ഓർ ന്യൂട്രൽ ആക്സിസ്. അതായത് ഈ ഒരു റെക്ടാങ്കുലർ ബീമിന്റെ ന്യൂട്രൽ ആക്സിൽ കൂടെയുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ എത്രയായിരിക്കും? നമുക്കറിയാം I ഈക്വൽ ടു BdQ/12 എന്ന് പറയുമ്പോൾ എത്രയാണ്? 100 ഇൻറ്റു മൊമെന്റ് ഓഫ് ഇനേർഷ്യ എടുക്കാൻ നേരത്തെ ഓർത്തോളൂ, അത് ഫുൾ സെക്ഷൻ്റെ ആയിരിക്കണം അല്ലെ. അപ്പൊ 100 ഇൻറ്റു 300 ക്യൂബ് ഡിവൈഡ് ബൈ 12. അപ്പൊ നമുക്ക് കിട്ടുക 225 × 10⁶ mm⁴. ഓക്കെ, അപ്പൊ നമുക്ക് F ഇൻറ്റു AY ബാർ ഡിവൈഡ് ബൈ IB അല്ലേ. അപ്പൊ അതിനകത്ത് ആദ്യം നമുക്ക് F നമുക്ക് ക്വസ്റ്റിന് തന്നിട്ടുണ്ട് 60 കിലോ ന്യൂട്ടൺ എന്ന്. I നമുക്ക് കിട്ടി. ഓക്കെ, അടുത്തത് നൗ ഷിയർ സ്ട്രെസ്. ഇതാണ് നമ്മുടെ ഇക്വേഷൻ അല്ലെ. F ഇൻറ്റു AY ബാർ ഡിവൈഡ് ബൈ IB. അപ്പം തന്നിരിക്കുന്ന സെക്ഷന്റെ ഏറ്റവും ആദ്യം നമുക്ക് പറ്റുന്ന ഡീറ്റെയിൽസ് ഒക്കെ എടുക്കാം. I നമുക്ക് കണ്ടുപിടിക്കാം. ഏത് സെക്ഷൻ ആണെങ്കിലും I നമുക്ക് ആദ്യം തന്നെ കണ്ടുപിടിക്കാം. കാരണം നമുക്ക് എപ്പോഴും I എടുക്കേണ്ടത് ഹോൾ സെക്ഷന്റെ ആയതുകൊണ്ട് നമ്മൾ I ആദ്യം കണ്ടുപിടിച്ചു എന്ന് മാത്രം. ഓക്കെ അല്ലേ. അടുത്തത് ഇനി ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞായിരുന്നു ഓരോ ഫൈബേഴ്സിലും എത്രയായിരിക്കും ഷിയർ സ്ട്രെസ് എന്ന് കണ്ടുപിടിച്ചാൽ പോരെ. അപ്പൊ ഇവിടെ ഏറ്റവും ആദ്യം നമ്മൾ ഏറ്റവും ടോപ്പ് ഫൈബർ ഇവിടെ നമുക്ക് കാണാം. ഈ ഏറ്റവും മേലത്തെ പോർഷനിലെ ആ പോർഷനിലെ ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? നമ്മൾ എടുക്കുന്നുണ്ട് AY ബാറിലെ A എന്ന് പറയുന്നത് ആ ഒരു ഫൈബറിന്റെ കൺസിഡർ ചെയ്തിരിക്കുന്ന പോർഷന്റെ മേലേക്ക് എത്ര ഏരിയ ഉണ്ടെന്നല്ലേ. അപ്പൊ ഇവിടെ ഈ ഒരു സെക്ഷൻ ന്യൂട്രൽ ആക്സിസിന് മേലെ ഈ ഒരു സെക്ഷന്റെ മേലേക്ക് എന്തെങ്കിലും ഉണ്ടോ? മേലേക്ക് ഒരു ഏരിയയും ഇല്ല. അതിന് മേലേക്ക് ഏരിയ 0 ആയതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഇവിടെ ഈ ഒരു ഏരിയ 0 ആയി പോകും. അപ്പൊ നമുക്ക് കിട്ടുക ടോപ്പ് ഫൈബറിലെ ഏരിയ എബോവ് ദി ഫൈബർ A is equal to 0. അപ്പൊ നമുക്ക് ഇതേപോലെ തന്നെ ഇനി ബോട്ടവും നോക്കാം. ബോട്ടവും എന്താണ്? ഈ ബോട്ടം എടുത്തു കഴിയുമ്പോഴത്തേക്കും അതിന്റെ താഴേക്ക് എന്തെങ്കിലും ഏരിയ ഉണ്ടോ? ഇതിന്റെ താഴേക്കും ഏരിയ ഒന്നും ഇല്ലാത്തത് കൊണ്ട് എന്തായി? അവിടെയും 0 ആയി പോയി. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് എഴുതാൻ പറ്റും? ടോ ഈക്വൽ ടു 0 Nm². ഇവിടെയും 0 Nm². അപ്പൊ നമുക്ക് ടോപ്പിലും ബോട്ടത്തിലും എത്ര തന്നെ കിട്ടി? 0 Nm² കിട്ടി. അപ്പൊ ഇപ്പൊ നമുക്ക് ടോപ്പിലും ബോട്ടം കിട്ടി. നമുക്ക് വേണം ന്യൂട്രൽ ആക്സിനെ കൊണ്ടൊന്ന് കണ്ടുപിടിക്കാം. ന്യൂട്രൽ ആക്സിന്റെ കണ്ടുപിടിക്കാനായിട്ട് ഇതാണ് നമ്മുടെ സെക്ഷൻ. ടോപ്പിലും ബോട്ടത്തിലും നമുക്ക് കിട്ടി. ഓക്കെ, അപ്പൊ ഫസ്റ്റ് പോർഷൻ ആയിട്ട് അറ്റ് ന്യൂട്രൽ ആക്സിസ്. ന്യൂട്രൽ ആക്സില് ഇക്വേഷൻ തന്നെ ടോ ഈക്വൽ ടു F ഇൻറ്റു AY ബാർ ഡിവൈഡ് ബൈ IB. ഇനി എന്ത് ചെയ്യണം? ഇതിനകത്ത് ഓരോ ടേമും നമുക്ക് കണ്ടുപിടിക്കാം. F നമുക്ക് തന്നിട്ടുണ്ട് 60 കിലോ ന്യൂട്ടൺ തന്നിട്ടുണ്ടല്ലോ, ക്വസ്റ്റിന് തന്നിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, മാക്സിമം ഷിയർ ഫോഴ്സ് 60 കിലോ ന്യൂട്ടൺ തന്നിട്ടുണ്ട്. അടുത്തത് I നമുക്ക് കിട്ടി. തൊട്ട് മുമ്പ് നമ്മൾ എന്ത് ചെയ്തു? I കണ്ടുപിടിച്ചല്ലോ, 225 × 10⁶. ഇനി B എത്രയാണ്? നമുക്ക് ഈ സെക്ഷന്റെ ത്രൂ ഔട്ട് ഒരേ വിഡ്ത്ത് ആയതുകൊണ്ട് എന്ത് തന്നെ എടുത്താൽ മതി? ന്യൂട്രൽ ആക്സിന്റെ ഭാഗത്താണെങ്കിലും വിഡ്ത്ത് എന്ന് പറയുന്നത് 100 mm ക്വസ്റ്റിന് തന്നിട്ടുണ്ട്. അതേ വിഡ്ത്ത് തന്നെ എടുക്കുക. ഇനി ഏരിയ എബവ് ദി ന്യൂട്രൽ ആക്സിസ്
ഈ ന്യൂട്രൽ ആക്സിന്റെ മേലേക്ക് ഈ ഒരു സെക്ഷന്റെ ഏരിയ എത്രയായിരിക്കും? 150 × 100. അതാണ് ഇവിടെ എഴുതിയേക്കുന്നത്. 150 × 100. അപ്പൊ നമുക്ക് 15,000 mm² കിട്ടി. ഓക്കെ അല്ലേ? ഇനി y ബാർ നമ്മൾ പറഞ്ഞു, നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്ന ആ ഒരു ഫൈബറിന്റെ മേലെയുള്ള പോർഷന്റെ സെൻട്രോയിഡ് അല്ലെ? അപ്പം ഇവിടെ സെൻട്രോയിഡ് വരെയുള്ള ഡിസ്റ്റൻസ് ന്യൂട്രൽ ആക്സിൽ നിന്ന് 150ന്റെ പകുതി വരെ ആയിരിക്കും ആ ഡിസ്റ്റൻസ് ഉണ്ടാവുക. ഇതൊരു റെക്ടാങ്കിൾ ആണ്. 150 × 100. അപ്പം അതിന്റെ y ബാർ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 150ന്റെ പകുതി. അപ്പം 75 mm. നമുക്ക് ഇവിടെ എല്ലാ ടേംസും കിട്ടിയില്ലേ? എഫ് കിട്ടി, ഐ കിട്ടി, ബി കിട്ടി, എ കിട്ടി, y ബാർ കിട്ടി. കുഴപ്പമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ടോ എത്രയായിരിക്കും? ജസ്റ്റ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, 60 × 10⁻³ 60 കിലോ ന്യൂട്ടൺ ആയതുകൊണ്ട്. പിന്നെ ഐ, ബി, എ, y ബാർ. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 3 Nm/mm². അപ്പൊ നമ്മളിപ്പോൾ ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഡയഗ്രാം വരയ്ക്കുവാണെങ്കിൽ എങ്ങനെയായിരിക്കും വരിക? മേലെയും 0, താഴെയും 0, ഇവിടെ 3 അല്ലെ? അപ്പം ആ ഒരു ഡയഗ്രാം എന്ന് പറയുന്നത് ഈ ഒരു ഷേപ്പിലായിരിക്കും വരിക. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് റെക്ടാങ്കുലർ സെക്ഷന്റെ ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഡയഗ്രാം വരയ്ക്കാൻ പറഞ്ഞാലും ഇത് തന്നെയായിരിക്കും നിങ്ങൾ എഴുതേണ്ടത്. ഏറ്റവും മേലെ 0, താഴെ 0. നടുക്കെന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു ഇക്വേഷൻ എഴുതി വെക്കണം. കാരണം ഈ ഒരു സമയത്ത് നമുക്ക് ഫോഴ്സും സെക്ഷനും ഡയമെൻഷൻസും എല്ലാം തന്നതുകൊണ്ട് നമുക്ക് വാല്യൂ കിട്ടിയതല്ലേ. വേറെ എല്ലാ കേസിലാണെങ്കിലും ഒരു റെക്ടാങ്കുലർ സെക്ഷന്റെ ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഈ ഒരു ഷേപ്പിലായിരിക്കും വരിക. ഇനി നമുക്ക് രണ്ടാമതായിട്ട് ഒരു കാര്യം കൂടെ ചോദിച്ചിട്ടുണ്ട്. അതിന്റെ മാക്സിമം ഷിയർ സ്ട്രെസ് എത്രയാണ്? നമുക്കറിയാം ഇതാണ് ഷേപ്പ് എങ്കിൽ ന്യൂട്രൽ ആക്സിലായിരിക്കും മാക്സിമം വരുന്നത് അല്ലെ? കാരണം എന്താ? ന്യൂട്രൽ ആക്സിന്റെ മേലേക്കോ താഴേക്കോ നോക്കുമ്പോഴായിരിക്കും മാക്സിമം ഏരിയ വരുന്നത്. അതായത് ഏരിയ അനുസരിച്ച് ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ കൂടുമല്ലേ? അപ്പം ഈ ഒരു പോർഷന്റെ എടുക്കുവാണെങ്കിൽ, അതായത് കുറച്ച് മേലേക്ക് നമ്മളൊരു സെക്ഷൻ എടുക്കുവാണെങ്കിൽ ഇതിന്റെ മേലേക്കുള്ള ഏരിയയെക്കാളും കൂടുതൽ ഏരിയ എപ്പോഴും എവിടെ ഉണ്ടാവും? ന്യൂട്രൽ ആക്സിസ്. അപ്പൊ ഓർത്തോളൂ, ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഏരിയ മാക്സിമം ആവുന്ന സ്ഥലത്തായിരിക്കും മാക്സിമം ആവുന്നത്. അതായത് അതിന്റെ മേലേക്കോ താഴേക്കോ മാക്സിമം ഏരിയ വരുന്ന കേസിൽ. അതുകൊണ്ടാണ് നമുക്ക് ന്യൂട്രൽ ആക്സിലായിരിക്കും മാക്സിമം ഷിയർ സ്ട്രെസ് വരുന്നത്. ആ വാല്യൂ നമുക്ക് കിട്ടിയല്ലോ, 3 Nm/mm² എന്ന്. ഓക്കെ, ഇനി രണ്ടാമതായിട്ട് നമ്മളോട് പറഞ്ഞത് എന്തായിരുന്നു? ഒരു 30 mm എബവ് ദി ന്യൂട്രൽ ആക്സിസ് അവിടെ ഉണ്ടാവുന്ന ഷിയർ സ്ട്രെസ് എത്രയാണെന്ന് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇതാണ് നമ്മുടെ പ്രൊസീജിയർ. ഏറ്റവും ആദ്യം നമ്മൾ ആ ഒരു റെക്ടാങ്കിൾ വരയ്ക്കുക. 30 mm മേലേക്ക് പോർഷൻ ഒന്ന് നോക്കുക. അതായത് മൊത്തം 150 ആണ്. അതിന്റെ 30 mm മേലേക്ക് നമ്മൾ ആ ഒരു ലൈൻ വരച്ചു. ഇവിടെ കാണാലോ. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? നമുക്ക് ഈ ഒരു പോർഷന്റെ ഏരിയ എത്രയായിരിക്കും വരിക? ഈ ഹൈറ്റ് എന്ന് പറയുന്നത് 150 മൈനസ് 30 120 വരും അല്ലെ? ഇത് കണ്ടാണ്. അപ്പൊ നമുക്ക് ഏരിയ കിട്ടും. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? 120 × 100. അപ്പൊ നമുക്ക് ഏരിയ കിട്ടി. y ബാർ എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? ഈ ഒരു പോർഷന്റെ സെൻട്രോയിഡ് വരെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഇവിടം വരെ കിട്ടുക 120ന്റെ പകുതി 60 വരും അല്ലെ? പക്ഷെ ന്യൂട്രൽ ആക്സിൽ നിന്ന് ഈ സെൻട്രോയിഡ് വരെ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോഴത്തേക്കും 60ഉം 30ഉം കൂടെ കൂട്ടണം. 60ഉം 30ഉം 90. നമുക്ക് ഓരോന്നായിട്ട് കാണിച്ചു തരാം. ഓക്കെ, ഏറ്റവും ആദ്യം ഇക്വേഷൻ എഴുതുക. എഫ് ഇൻറ്റു എ വൈ ബാർ ഡിവൈഡ് ബൈ ഐ ബി. എഫ് എന്ന് പറയുന്നത് 60 ക്വസ്റ്റിന് തന്നിട്ടുണ്ട്. ഐ എന്ന് പറയുന്നത് നമുക്ക് ഹോൾ സെക്ഷന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആയതുകൊണ്ട് സെയിം വാല്യൂ. ഇനി ബി മാറ്റമൊന്നുമില്ല, 100 അല്ലേ? കാരണം ത്രൂ ഔട്ട് ബി തന്നെ, ബി സെയിം ആയതുകൊണ്ട്. ഏരിയ ഞാൻ പറഞ്ഞു, ആ ഒരു ഫൈബറിന്റെ മേലേക്കുള്ള പോർഷന്റെ ഏരിയ 100 × 120 ദാറ്റ്സ് ഈക്വൽ ടു 12,000 അല്ലെ? ഈ y ബാർ എന്ന് പറയുന്നത് എത്രയാണ്? 60 + 30 90 mm. ഓക്കെ അല്ലേ? ഇനി നമുക്ക് നേരെ ഇക്വേഷൻ കൊടുത്താൽ പോരെ? ഐ എന്ന് പറയുന്നത് 60 × 10⁻³ ഡിവൈഡഡ് ബൈ 225 × 10⁻6 ഇൻറ്റു ബി ഇൻറ്റു 12,000 ഇൻറ്റു 90. അപ്പൊ നമുക്ക് ആൻസർ എത്ര കിട്ടും? 2.88 Nm/mm². ഓക്കെ, നമ്മൾ ഈ പോർഷൻ എടുക്കുമ്പോൾ അതിന്റെ മേലേക്ക് തന്നെ എടുക്കണം കേട്ടോ. ന്യൂട്രൽ ആക്സിന് എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ എടുക്കേണ്ടത്. ഇനി താഴേക്ക് എടുക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് വലിയൊരു വാല്യൂ ആയിരിക്കും കിട്ടുക. ഓക്കെ, താഴേക്കല്ല എടുക്കേണ്ടത്, എപ്പോഴും ന്യൂട്രൽ ആക്സിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഡയറക്ഷനിൽ എടുക്കാനേ പാടുള്ളേ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഈ ഒരു 30 mm എബവ് ദി ന്യൂട്രൽ ആക്സിൽ ഉണ്ടാവുന്ന ഷിയർ സ്ട്രെസ്സും കൂടെ നമുക്ക് കിട്ടി. ഇത് നമുക്ക് വേണം ജസ്റ്റ് ആ ഡയഗ്രത്തിൽ അതൊന്ന് കാണിച്ചു കൊടുക്കാം. ഇപ്പൊ നമുക്ക് സെന്ററിൽ 3 ആയിരുന്നു കിട്ടിയേക്കുന്നത്.
അതിന്റെ പുറത്തേക്ക് പോകുന്നതോറും നമുക്ക് കൂടുതൽ രണ്ട് സൈഡിലേക്കും. അപ്പം ഈ ഒരു പോർഷനിൽ കിട്ടിയിരിക്കുന്നത് 2.88 mm². ഈ ഒരു ഡയഗ്രം കൂടെ ഒന്ന് കാണിച്ചേക്കാം. ഓക്കെ, നമുക്കിപ്പം ഒരു പ്രോബ്ലം കൂടെ ഇനി ഡിസ്കസ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ അതും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ TS എന്ന് പറയുന്ന സബ്ജക്ട് നമുക്ക് തീരുകയാണ്. അപ്പം ഇതിനകത്ത് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് തന്നെ ക്ലിയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു.